ഇനി കൊച്ചിയിലേക്ക് പോയാൽ അവിടെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് ഇഡിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു. ഈ കൈക്കൂലി കേസിൽ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യുന്നത് വൈകും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം തുടർ നടപടി സ്വീകരിക്കുന്നത് തിരിച്ചടിയാകും എന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. കേസിലെ പ്രതി മുരളി മുകേഷ് പ്രധാന ഹവാല ഇടപാടുകാരനാണ് എന്ന വിവരം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. രണ്ടാം പ്രതി വിൽസണിന്റെ ബാങ്ക് അക്കൗണ്ടിൽ വൻ തുകയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും വിജിലൻസ് കണ്ടെത്തി. സിജോ വി ജോനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സിജോ, ഇഡി തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്, ഒരു കേസാണ് ഇത്. എന്തുകൊണ്ട് ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ നിലവിൽ ചോദ്യം ചെയ്യേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്നു? അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പരാതിക്കാരനായ കൊല്ലം സ്വദേശി അനീഷ് ബാബുവിൻ്റെ മൊഴി മാത്രമാണ് വിജിലൻസിൻ്റെ മുന്നിലുള്ളത്. ഇതിനെ സാധൂകരിക്കുന്ന മറ്റ് തെളിവുകളിലേക്ക് വിജിലൻസ് സംഘം കടക്കുന്നതേ ഉള്ളൂ. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തുടർ നടപടികളിലേക്ക് വളരെ പെട്ടെന്ന് പോയാൽ അത് തിരിച്ചടിയാകുമെന്നുള്ള കണക്കുകൂട്ടലാണ് വിജിലൻസ് സംഘത്തിനുള്ളത്. അതുകൊണ്ടാണ് കൂടുതൽ തെളിവുകൾ തേടി വിജിലൻസ് സംഘം കടക്കുകയും ചെയ്യുന്നത്. അതിന് പ്രധാനപ്പെട്ട തെളിവുകൾ എന്ന നിലയിൽ വിജിലൻസ് ശേഖരിക്കാൻ ഒരുങ്ങുന്നത് ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളാണ്. അതോടൊപ്പം തന്നെ ഫോൺ സംഭാഷണങ്ങൾ തന്നെയാണ്. കൈക്കൂലി ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ ഇടനിലക്കാർ വഴിയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് ഇയാളുടെ ബിനാമി അക്കൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ ഇയാളുടെ സ്വന്തം അക്കൗണ്ടുകളിലേക്കോ എത്താനുള്ള ഒരു സാധ്യതയാണുള്ളത്. അതുകൊണ്ട് ഈ അക്കൗണ്ട് വിവരങ്ങൾ പ്രാഥമിക ഘട്ടം നിങ്ങൾ പരിശോധിക്കുക. അതുമാത്രമല്ല, ഈ ഇടനിലക്കാരുമായി ഇയാളുടെ ഉൾപ്പെടെയുള്ള ഫോൺ സംഭാഷണങ്ങൾ പരിശോധിക്കുക. അത്തരം ഡിജിറ്റൽ തെളിവുകളുടെ സഹായത്തോടു കൂടി മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയാണ് ഇപ്പോൾ വിജിലൻസ് സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ തെളിവുകളുടെ സഹായത്തോടെ മാത്രം തുടർ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് പോകാം എന്നുള്ളൊരു നിലപാടാണ്. എന്തായാലും വൈകാതെ തന്നെ ഉണ്ടാകും. പക്ഷേ അത് ഇമ്മീഡിയറ്റ്ലി ഉണ്ടാകും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിലോ തുടർ ചോദ്യം ചെയ്യലിലേക്ക് പോകും. വളരെ വേഗത്തിൽ ഉള്ള നടപടികളിലേക്ക് പോകേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് വിജിലൻസ് സംഘമുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും തെളിവുകളും വിജിലൻസ് സംഘത്തിന് ലഭ്യമായി വരികയും ചെയ്യുന്നുണ്ട്. ഇന്നലെയാണ് ഈ 3 പ്രതികളെയും, വിൽസനെയും അതോടൊപ്പം തന്നെ മുകേഷിനെയും ചാർട്ടേഡ് അക്കൗണ്ടന്റായ രഞ്ജിത്തിനെയും കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുന്നത്. പ്രാഥമിക ഘട്ടം ചോദ്യം ചെയ്യലിലേക്ക് മാത്രമേ കടന്നിട്ടുള്ളൂ. 5 ദിവസത്തെ കസ്റ്റഡിയുണ്ട്. സ്വാഭാവികമായും ഈ തുടർ ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുമെന്നുള്ള പ്രതീക്ഷയാണ് ആ സംഘത്തിനുള്ളത്. ഈ മുകേഷ് ഒരു ഹവാല ഇടപാടുകാരനാണ് എന്നുള്ള വിവരം എന്തായാലും വിജിലൻസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. 2 വർഷമായി ഇയാൾ കൊച്ചിയിലെത്തിയിട്ട് അയാൾക്ക് ഇഡി ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുണ്ടെന്നുള്ള വിവരങ്ങളും വിജിലൻസിന് ലഭ്യമായി വരികയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിൻസിൻ്റെ അക്കൗണ്ടും പരിശോധിച്ചിട്ടുണ്ട്. വിൻസിൻ്റെ അക്കൗണ്ടിലേക്ക് വലിയ തോതിൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിൻസിൻ്റെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഈ ലാൻഡ് ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ അക്കൗണ്ടിലേക്ക് പണം വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇത് കാര്യമായി കണക്കിലെടുക്കുന്ന വിജിലൻസ് സംഘം ഇത് ഇത്തരം തട്ടിക്കൂട്ട് ഇടപാടുകളിലൂടെ ഇയാൾക്ക് ലഭിച്ച പണമാണ് എന്നുള്ളൊരു വിലയിരുത്തലാണ് എന്തായാലും വിജിലൻസ് സംഘത്തിനുള്ളത്. എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിൽ ഇവരുമായിട്ടുള്ള ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് വിജിലൻസ് സംഘത്തിനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നലെ അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്തിൻ്റെ ഓഫീസിൽ പരിശോധന നടത്തിയിരുന്നു. ഇയാളിൽ നിന്നും കൂടുതൽ ഇയാളുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച രേഖകളിൽ കൂടുതൽ വിവരങ്ങൾ ഉണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. ഈ ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകളും ഈ റെയ്ഡിൽ പിടിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നു.